സ്വിച്ച് ഇട്ടാൽ ഓട്ടോ വരുന്ന എടപ്പാളിലാണ് നമ്മളുള്ളത്. നമുക്ക് ആ സ്വിച്ച് ഒന്ന് ഇട്ട് നോക്കാം. സ്വിച്ച് ഇടുമ്പോൾ വരുന്ന ആ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. ഇത് എന്തിനാണ് എടപ്പാളുകാർ ഇങ്ങനെ സ്വിച്ച് ഇട്ടാൽ ഓട്ടോ വരുന്ന ഒരു സംരംഭം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ആ ഓട്ടോ ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടൻ പതുക്കെ വരുന്നുണ്ടേ. ഹായ് ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ചേട്ടന്റെ പേരെന്താണ്? പേര് കുഞ്ഞുണ്ണി. കുഞ്ഞുണ്ണി ചേട്ടാ, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ കാരണം? അതായത് സ്വിച്ച് ഇട്ടാല് ഒരു ഓട്ടോ വിളിക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തത്? കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ കാരണം വെച്ചാൽ ഇവിടെ കൂടുതൽ ലേഡീസാണ് ഇവിടെ വണ്ടി വിളിക്കുന്നത്. അവരിപ്പോൾ ഈ പച്ചക്കറി സാധനങ്ങളെല്ലാം മേടിച്ച് റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക്. അപ്പോൾ അത് കാരണം ഞങ്ങൾ എല്ലാവർക്കും തീരുമാനിച്ച് ഒരു ബെല്ല് വെക്കാതെ ഒരു ബെല്ല് ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞ ഞങ്ങളുടെ സുഹൃത്ത്. അപ്പോൾ ഞങ്ങൾ തീരുമാനം എടുത്ത് തന്നാൽ ഒരു ബെല്ല് നമുക്ക് ഇവിടെ സ്ഥാപിക്കാം. അപ്പോൾ നമ്മുടെ അമ്മമാർക്കും അതേപോലെ സഹോദരിമാർക്കൊക്കെ റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാമെന്നുള്ള തീരുമാനത്തിലെത്തേണ്ടത്. അങ്ങനെ ഞങ്ങളിപ്പോൾ കുറച്ച് നാൾ മുന്നേ ഒരു മാസം മുന്നേ ബെല്ല് മേടിച്ച് വെച്ച്, അപ്പോൾ അത് ബോർഡ് സ്ഥാപിച്ച് സ്വിച്ച് ഇട്ടാൽ ഓട്ടോ വരുന്നു പറഞ്ഞ് ബോർഡും വെച്ച് ഞങ്ങൾ. അപ്പോൾ അതെല്ലാവരും അപ്പോൾ അത് ബെല്ലടിച്ച് വണ്ടി വിളിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും ഇത് വലിയൊരു ഉപകാരമായിട്ടുണ്ടെന്നുള്ള നല്ലൊരു അഭിപ്രായമാണ് എല്ലാവരിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ ഇവിടെ നമ്മുടെ എടപ്പാള് ചൈതന്യ പച്ചക്കറി വെജിറ്റബിളാണ്. ഇവിടെ ചില ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ആദ്യം ഇവിടെ ഓട്ടോറിക്ഷയുടെ ഇവിടെ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഹോൺ അടിച്ചാൽ പിന്നെ ഓട്ടോറിക്ഷ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാല് വയ്യാത്തതുകൊണ്ട് ആൾക്കാർ പ്രായമില്ല ആൾക്കാർ ഇവിടെ വന്നിട്ട് കുറേ നേരം ഇരിക്കും. നമ്മളിവിടുന്ന് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് കുറേ ആൾക്കാർക്ക് വയ്യ, പിന്നെ കുറേ സാധനങ്ങൾ മേടിക്കുമ്പോൾ ആൾക്കാർക്ക് അത്ര ദൂരം പോകാൻ വയ്യ. അപ്പോൾ ഈ വയ്യാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ഹോൺ വെച്ചിരിക്കുന്നത്. ഈ ഹോൺ അടിച്ച അപ്പോൾ തന്നെ ഇവിടെ നമ്മളെ കടയുടെ മുന്നിൽ ഓട്ടോറിക്ഷ വരും. അതാണ് എത്ര. ചേട്ടാ, ഈ സ്വിച്ച് ഇട്ടാല് ഇപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് ശരിക്കും? ഇവിടെ സ്വിച്ച് ഇടുമ്പോ എന്താണ് ഓട്ടോ സ്റ്റാൻഡിൽ സംഭവിക്കുന്നത്? അവിടെ അലാറം അടിക്കാതെ ഇവിടെ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ അവിടെ അലാറം അടിക്കും. അതായത് ഇവിടെ സ്വിച്ച് ഇട്ടാല് ഓട്ടോ സ്റ്റാൻഡിൽ ഒരു അലാം വെച്ചിട്ടുണ്ട്, അത് അടിക്കുന്നല്ലേ? അപ്പം ആരാണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരാന്നുള്ളൊരു പ്ലാനിൽ ആദ്യം എത്തിയത്? ഞങ്ങളുടെ കൂട്ടത്തിലൊരു സുഹൃത്ത് ഞങ്ങളോട് പറഞ്ഞതാണ്, നമുക്ക് ഇങ്ങനെ ചെയ്യല്ല, ഇങ്ങനെ സംഭവം കിട്ടും, നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പോൾ അതിൻ്റെ ഇത് നോക്കണം, എത്ര മീറ്റർ കിട്ടുന്നത് നോക്കിയിട്ട് വേണം. അപ്പോൾ അത് അന്വേഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതിലാണ് ചുരുങ്ങിയത്. ഇപ്പോൾ ആ മൂലക്കിൽ നിന്ന് അവിടം വരെ കിട്ടും. ചുരുങ്ങിയത് ഒരു 20-25 മീറ്ററോളം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രാബല്യത്തിൽ വരുത്താൻ പറ്റുമെന്ന് പറഞ്ഞു, അങ്ങനെ കൊണ്ടുവന്നുള്ളതാണ്. ഓക്കെ. അപ്പം മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് മുതിർന്ന ആൾക്കാർക്കും ഒപ്പം തന്നെ ഈ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വരുന്ന സ്ത്രീകൾക്കും കുട്ടികളെയും കൊണ്ടുവരുന്ന സ്ത്രീകൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അതല്ലാണ്ട് ഇതാരെങ്കിലും സ്ഥാപിച്ചത് പിന്നെ ഇതാരെങ്കിലും ദുർവിനിയോഗമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഇതുവരെ ആരും അത് ചെയ്തിട്ടില്ല. നമ്മൾ അവിടെ ബെല്ലടിച്ച് ഞാൻ നോക്കും ഓട്ടോ വിളിക്കാനാണോ. അപ്പോൾ അവർ ഓക്കെ, അവർ വണ്ടിക്ക് വേണ്ടി നിൽക്കുന്നതാണ്, വണ്ടി വരുന്നുണ്ടോ നോക്കും അവർ, എന്നിട്ടാണ് ഞങ്ങൾ വരുന്നത്. വേറെ ആരും ഇല്ല, ദുരുദ്ദേശത്തിൽ ആരും കണ്ടിട്ടില്ല.